കോംപ്രമൈസിങ് ആണത്. അവളുടെ വിശ്വാസം കൊണ്ടെടുക്കുന്ന കോംപ്രമൈസാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? നമുക്ക് ഉടമ്പടി കുഞ്ഞിനെ തന്നാലും ഇല്ലെങ്കിലും ഉടമ്പടി നമുക്ക് ജീവിക്കാം. എന്ത് രസമാണ് കേൾക്കാൻ. ആൾക്കാരൊക്കെ ഇങ്ങനെ ഉടമ്പടിയുടെ പുതിയ വേർഷൻസ് സാക്ഷ്യജീവിതം കാണുമ്പോഴേ ദൈവം ഇങ്ങനെ ഇറങ്ങി നിന്ന് ദൈവം ഇങ്ങനെ പണ്ട് ബൈബിളിൽ ഇറക്കി കൊടുത്ത പോലെ ഉടമ്പടി ഇറക്കി തന്നതിൻ്റെ സത്യമായ ഒരു വചനാനുഭവമാണ്. കാര്യം സുമറാണി എന്താ പറയണത് ഭർത്താവിനോട്? അവർ തമ്മിൽ നല്ല കൂട്ടാണ്. പക്ഷേ അവരെന്താ പറയണത്? ഉടമ്പടി നമുക്ക് മക്കളെ കിട്ടിയില്ലെങ്കിലും നമുക്ക് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ജീവിക്കാമെന്നാണ് പറയണത്. ഉടമ്പടി എന്തിനുള്ളതാണ്? എന്തെങ്കിലും കാര്യം കാണാൻ വേണ്ടിയുള്ളതല്ല, ഉടമ്പടി ജീവിക്കാനുള്ളതാണ്, ദൈവവുമായിട്ട് ജീവിക്കാനുള്ളതാണ്. കൈയടിക്കട്ടെ. ഉടമ്പടി ജീവിക്കാനുള്ളതാണെന്നുള്ള ആന്തരികമായ ബോധ്യത്തിലാണ് സുമറാണിയും ഹസ്ബൻഡും കൂടി ഉടമ്പടി എടുക്കുന്നത്. പക്ഷെ അങ്ങനെ ഉടമ്പടി എടുത്ത് അവർ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായില്ലേ ഇത് സത്യമായ വിഷയമാണ് ചെയ്യാൻ പോണമെന്ന്. അതാണ് സത്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ശാസ്ത്രത്തെക്കാൾ വലുതല്ലേ ദൈവം. അതാ വിഷയം. അവർക്ക് ദൈവത്തെ ശാസ്ത്രീയമായിട്ട് കിട്ടാൻ സാധ്യതയില്ലാത്ത കാര്യത്തിൻ്റെ പേരിൽ ദൈവത്തെ പഴിചാരരുന്നുള്ള മുൻ ജാമ്യമെടുത്താണ് അവർ ഉടമ്പടി എടുക്കുന്നത്. ജാമ്യം എടുക്കണേ. അതിൻ്റെ പേരിൽ ഞങ്ങൾ ദൈവത്തെ കുറ്റം പറയത്തില്ല. ഞങ്ങൾ ഉടമ്പടി എടുക്കേണ്ട ഉദ്ദേശം എന്താണ്? ഉടമ്പടിയിൽ ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഉടമ്പടിയിൽ അവർ ജീവിക്കുകയാണ്. അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ഉടമ്പടിയുടെ എല്ലാ വാഗ്ദാനങ്ങളും എല്ലാ നിബന്ധനകളും നിറവേറ്റിക്കൊണ്ട് അവർ ഉടമ്പടി ജീവിക്കാൻ. പക്ഷെ 1 മാസം മറ്റോ ജീവിച്ചുള്ളൂ. അപ്പോൾ തന്നെ അവൾ പ്രഗ്നൻ്റായി. പ്രഗ്നൻ്റായി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞാൽ അതായത് കോർണിവ എന്ന് പറഞ്ഞ ഒരു സ്ഥലം, അതായത് ഫലോപ്പിയൻ ട്യൂബിൻ്റെയും ഗർഭനാളിയുടെയും അതുപോലെ ഗർഭപാത്രത്തിൻ്റെയും വക്കിൽ ആണ് ഇത്. ഇപ്പം നമുക്കൊരു കെറ്റിലുണ്ടെങ്കിൽ കെറ്റിലിനൊരു നാളമില്ലേ, കെറ്റിൻ്റെ അകത്തുമല്ല എന്നാൽ ആ കുഴലുമല്ല, ഇതിൻ്റെ ജംഗ്ഷനിലിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് നമ്മൾ വേര് പിടിച്ചു പോയി ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് റപ്ചറാകും, പൊട്ടും, ബ്ലഡാകും, ആളിയാകും, പെട്ടെന്ന് പിന്നെ മരണമൊക്കെ. അപ്പോൾ ഇങ്ങനെ വലിയ ഒരു ദശാസന്ധി ചെന്ന് ചാടിയിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു